കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ ഒപ്റ്റിമൈസേഷൻ്റെ കാര്യമായിരുന്നു. അതിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേജ് സ്പീഡിൻ്റെ കേസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് സ്പീഡ് എങ്ങനെ കൂട്ടാം, അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. സോ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പേജ് സ്പീഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഒരു ക്രോമിൽ ടാബ് എടുക്കുക, ദെൻ പേജ് സ്പീഡ് ഇൻസൈറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. ഇൻസൈറ്റ് എന്നൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, ദെൻ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന റിസൾട്ട് തന്നെ ഉണ്ട് ഇവിടെ, പേജ് സ്പീഡ് ഇൻസൈറ്റ് എന്നുള്ളത്. ഇത് ഓൾറെഡി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു ടൂൾ കൂടെയാണ് ഈ ഒരു പേജ് സ്പീഡ് ഇൻസൈറ്റ്. സോ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദെൻ നമ്മുടെ വെബ്സൈറ്റ്, നമ്മൾ ഏത് വെബ്സൈറ്റിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ പേഴ്സണൽ വെബ്സൈറ്റ് ആണോ, ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ URL, ടാർഗറ്റിംഗ് പേജ് ആയാലും കുഴപ്പമില്ല, ഹോം പേജ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പേജിൻ്റെ URL ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാനിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന പേജിൻ്റെ URL, അതിൻ്റെ സ്പീഡ് എത്ര ഉണ്ടെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് കാണാൻ പറ്റും മൊബൈൽ, ഡെസ്ക്ടോപ്പ്, ഇങ്ങനെ രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൊബൈൽ സ്പീഡ് എത്ര ഉണ്ട് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മൊബൈലിൻ്റെ പെർഫോമൻസ് അതിൻ്റെ ടോട്ടൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ 72% ആണ്. ശരിക്കും ഇതിന് 75+ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടത്. എന്നാലുള്ളൂ നമ്മുടെ വെബ്സൈറ്റ് കറക്റ്റ്, നമുക്ക് ആ ഒരു വെബ്സൈറ്റ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ദെൻ ബെസ്റ്റ് പ്രാക്ടീസ് SEO 91, അതെല്ലാം നമ്മളിപ്പോൾ ഈ ഒരു ടൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു 2.5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡിനുള്ളിൽ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവണം മൊബൈലിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഫസ്റ്റ് കണ്ടന്റ് പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. 2.6 സെക്കൻഡ്സ് ആണ് ഈ ഒരു വെബ്സൈറ്റ് ലോഡ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മളപ്പോൾ ഹാരിസൺ കോ അക്കാഡമി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് കാലിക്കറ്റ് എൻ്റെ ടാർഗറ്റിംഗ് പേജ് ഞാൻ ഇതിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ടാർഗറ്റിംഗ് പേജ് തന്നെ അതിൽ കൊടുത്തു. ദെൻ അതിൽ മൊബൈലിൽ എത്രയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ താഴോട്ട് വന്ന് നമുക്ക് കാണാൻ പറ്റും 72 ആണ് പെർഫോമൻസ്. മൊബൈലിൽ കുറഞ്ഞത് ഒരു 75 അബോവ് പെർഫോമൻസ് എങ്കിലും നമുക്ക് വേണം. എന്നാലുള്ള നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു SEO നമുക്ക് കിട്ടുക. 72 ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഒരു 75 അബോവ് ആണെങ്കിൽ നമുക്കൊരു സേഫ് സോൺ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. സോ നമുക്ക് താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും 2.6 സെക്കൻഡ് ആണ് ഈ ഒരു സൈറ്റിൽ ഓടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഗുഡ് ആണ്, പക്ഷേ ഒരു 2.5ന് താഴെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതൊരു 2.6 എടുക്കുന്നുണ്ട്, പക്ഷേ ഇത് ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ചെറിയ വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി ഇത് നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല, പക്ഷേ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പം എങ്ങനെയെല്ലാം നമുക്ക് ഈ സൈറ്റ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ കുറേ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ കുറേ പോയിന്റ്സ് അവർ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കുക, ദെൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇമേജൊക്കെ ചിലപ്പോൾ JPG ഇമേജ് ആയിരിക്കും, നമുക്ക് ആ ഒന്ന് നെക്സ്റ്റ് ജെൻ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. കാരണം ലോഡിങ് സ്പീഡ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവും. കാരണം നല്ല ഹൈ സൈസ് ഇമേജ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് ലോഡ് ആവാനുള്ള അത്രയും ടൈം അവിടെ എടുക്കും. സോ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഇമേജ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സൈസ്, ഇമേജിൻ്റെ സൈസൊക്കെ പ്രോപ്പർ സൈസിൽ നമ്മൾ ഇമേജുകൾ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഉള്ളത് CSS JavaScript ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ ഹെൽപ്പോടെ അത് മാക്സിമം അതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇപ്പോൾ മൊബൈലിൽ എൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പ് നോക്കുമ്പോൾ 79 കാണുന്നുണ്ട്. ഒരു 80% അപ്പോൾ എന്തായാലും ഡെസ്ക്ടോപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, ഗുഡാണ്. പക്ഷേ ഇവിടെ 1.6 സെക്കൻഡിൽ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ലോഡ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു 1.6 സെക്കൻഡിനുള്ളിൽ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് അത്ര വലിയൊരു ഇഷ്യൂ ഇല്ല, ഏകദേശം ഓക്കെ ആണ് ഇതെല്ലാം. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ സോർട്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവർ പറഞ്ഞു തരും എന്തൊക്കെ ഇഷ്യൂ ആണുള്ളത് എന്നുള്ളത്. അതൊക്കെ ഒന്ന് മാക്സിമം സോർട്ടാക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആ പേജ് സ്പീഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റിൻ്റെ ലോഡിങ് സ്പീഡ് എത്രത്തോളം ഉണ്ട്, നമുക്ക് എന്തെല്ലാം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നെല്ലാം ഉള്ളൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു പേജ് സ്പീഡ് ത്രൂ തരും. പിന്നെ നമുക്ക് വേറെ ഒന്നുകൂടെ ഉണ്ട് ഈ ഒരു പേജ് സ്പീഡ് നോക്കാൻ വേണ്ടി തന്നെ, GT മെട്രിക്സ് എന്ന് പറയാം. GT മെട്രിക്സ് ഒന്ന് ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ലോഗിൻ ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ GT മെട്രിക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. ദെൻ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ടാർഗറ്റിംഗ് പേജ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക, എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഈ രണ്ട് ടൂളും നമുക്ക് ഈ ഒരു പേജ് സ്പീഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒന്നുകൂടെ ബെറ്റർ നമുക്ക് പേജ് സ്പീഡ് ഇൻസൈറ്റ് നോക്കുന്നതാണ്. കാരണം അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ റിസൾട്ടും കിട്ടും, അതുപോലെ തന്നെ മൊബൈലിൽ റിസൾട്ടും കിട്ടും. പക്ഷേ ഈ GT മെട്രിക്സിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ റിസൾട്ട് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. സോ ഒന്നുകൂടെ ബെറ്റർ പേജ് സ്പീഡ് ഇൻസൈറ്റ് നോക്കുന്നതായിരിക്കും.
അപ്പോൾ ജി ടി മെട്രിക്സിൽ നമുക്ക് കാണിക്കുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ 99% ആ ഒരു പെർഫോമൻസ് റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രക്ചറും 95 കാണിക്കുന്നുണ്ട്. ഓക്കെ, ലോഡിംഗ് സ്പീഡിൻ്റെ ടൈം ആണെങ്കിലും നമുക്ക് 1 മിനിറ്റിലും കുറവാണ്, എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ കുറവായിട്ട് നമുക്ക് കാണിക്കുന്നത്. പക്ഷേ ഏകദേശം ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമെങ്കിലും നമുക്ക് ഇതിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുക. ഒന്നെങ്കിൽ ജി ടി മെട്രിക്സ് നോക്കുക, അതുപോലെ തന്നെ പേജ് സ്പീഡ് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പേജ് സ്പീഡ് നോക്കുക. പേജ് സ്പീഡ് ഏറ്റവും നല്ലത്, അതാവുമ്പോൾ മൊബൈലത്തോടെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ജി ടി മെട്രിക്സിൽ അങ്ങനെ മൊബൈലിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി ജി ടി മെട്രിക്സ് എന്നുള്ളത്. മെയിനായിട്ട് നിങ്ങൾ മൊബൈൽ സ്പീഡ് ഇൻസൈറ്റ് തന്നെ നോക്കിയാൽ മതി. പേജ് സ്പീഡ് ഇൻസൈറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലോഡിംഗ് സ്പീഡ് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ജി ടി മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ലോഡിംഗ് സ്പീഡ് നോക്കാൻ പറ്റും. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേജ് സ്പീഡ് ഇൻസൈറ്റ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അതിൽ നമുക്ക് മൊബൈലിൻ്റെതും കാണാൻ പറ്റും, അതുപോലെ ഡെസ്ക്ടോപ്പിൻ്റെയും കാണാൻ പറ്റും. പക്ഷേ ജി ടി മെട്രിക്സിൽ ഡെസ്ക്ടോപ്പ് മാത്രമേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് ജി ടി മെട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ മാക്സിമം മൊബൈൽ സ്പീഡ് നോക്കുക. ഇനി ഏത് നോക്കുകയാണെങ്കിലും മാക്സിമം നമ്മുടെ ഡിസൈനിനെ യൂസർ ഫ്രണ്ട്ലി ആക്കുക, പേജ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം.